ഇവിടെ രാജാവിന്റെ മുന്നിലേക്ക് ഒരു തുള്ളി പെയിന്റ് വന്ന് വീഴുന്നു. അത് കണ്ട് മുകളിലിരിക്കുകയായിരുന്ന പെയിന്റർ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങുന്നു. ഉടനെ രാജാവ് കൊട്ടാരത്തിന്റെ ഇൻചാർജിനെ വരാൻ പറഞ്ഞ് അവനെ എന്താണ് ഇത്ര നേരമായിട്ടും പറഞ്ഞുവിടാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ഇൻചാർജ് എന്ത് പറയണമെന്നറിയാതെ കണ്ണുമിഴിക്കുന്നു. കാരണം രാജരഹസ്യങ്ങൾ കേട്ടതുകൊണ്ട് ആ പെയിന്ററിനെ മാത്രമല്ല ആ ഇൻചാർജിനെയും തൂക്കിക്കൊല്ലും. അപ്പോൾ രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കുന്നതിനായി മന്ത്രി അയാൾക്ക് ചെവി കേൾക്കില്ലേ എന്ന് ചോദിച്ച് ഇൻചാർജിനെ നോക്കി കണ്ണടിക്കുന്നു. ആ ഇൻചാർജ് കാര്യം മനസ്സിലാക്കി അവന് ചെവി കേൾക്കില്ലെന്ന് രാജാവിനോട് പറയുമ്പോൾ ആ പെയിന്ററും സൈലന്റ് ആയിരുന്ന സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നു. എന്നാലും രാജാവ് അത് വിശ്വസിക്കാതെ ഒരു ഗോങ് കൊണ്ടുവരാൻ പറഞ്ഞ് അത് 3 പ്രാവശ്യം അടിക്കുന്നതിനുള്ളിൽ അവൻ താഴെ വന്നില്ലെങ്കിൽ അവനെ കൊല്ലുമെന്ന് പറയുന്നു. പക്ഷെ ആ പെയിന്റർ ചെവി കേൾക്കാത്തതുപോലെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലും രാജാവിന് സംശയം മാറുന്നില്ല. അതുകൊണ്ട് അയാളെ താഴേക്ക് പിടിച്ചുകൊണ്ടുവരാൻ പറയുന്നു. അതിനുശേഷം അവന്റെ കണ്ണുപൊത്തി ഒരു മുള വെച്ച് അവന്റെ കൈ അടിച്ചൊടിക്കാൻ പോകുന്നതായി പറയുന്നു. അപ്പോൾ അവൻ കൈ വലിച്ചു മാറ്റുമെന്ന് എല്ലാവരും വിചാരിക്കുമ്പോൾ അവൻ അനങ്ങാതെ തന്നെ നിന്ന് അവന്റെ കൈ ഒടിയുന്നു. അങ്ങനെ അവർ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് രാജാവ് അവിടെ നിന്ന് പോകുന്നു. അവരുടെ ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു.